റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. റേസ് ടു സക്സസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ ഇന്നും നമ്മളുടെ കൂടെയുള്ളത് മഹാദേവൻ പിള്ള സാറാണ്. അപ്പം സാറിന് ആദ്യം തന്നെ സ്വാഗതം സാർ. നമസ്കാരം. അപ്പം കൂടെയുള്ളത് ഞാൻ വർഷയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ചധികം എൻ്റർടൈൻമെൻറ്റ് നിറഞ്ഞിട്ടുള്ളൊരു സംഭവത്തെക്കുറിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ അടുത്ത കാലത്തായിട്ട് നമ്മളൊക്കെ കുറച്ച് മാറിയിട്ടില്ല, അതായത് പണ്ടത്തെ ആ ഒരു രീതിയിൽ നിന്ന് കുറച്ച് മാറ്റം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഒരു കാര്യം. എന്താണെന്ന് പറഞ്ഞാൽ സർ, ശരിക്കും ഈ അടുക്കള എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഉള്ള ഒന്നാണോ? അങ്ങനെയാണ് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്കിഷ്ടായി. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അടുക്കളയിലേക്ക് പോകുമ്പോൾ അമ്മ എന്നെ ഓടിക്കുമായിരുന്നു. ആമ്പിള്ളേർക്ക് എന്താണ് അടുക്കള കാര്യം എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്കൊരു വലിയ ലോകം നഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും എനിക്ക് സ്വയം പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിൽ, പക്ഷെ പാചകം അറിയില്ല, പഠിക്കാൻ അനുവദിച്ചിട്ടില്ല. ഇനി കുറേ കാലം കഴിഞ്ഞ് എൻ്റെ മകന് MBBS കഴിഞ്ഞതിന് ശേഷം MDക്ക് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് അതിന് പ്രവേശന പരീക്ഷയ്ക്ക് പഠിക്കണം. അപ്പോൾ ഒരു 5-8 മാസം തൃശ്ശൂർ കോച്ചിങ്ങിന് പോയപ്പോൾ അതിനടുത്ത് തന്നെ നമ്മളൊരു വീട് വാടകയ്ക്ക് എടുത്തു. അപ്പം അവിടെ അടുത്ത് ഹോട്ടലുണ്ട്, തൃശ്ശൂർ സിറ്റി ടൗണിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ അവധി കിട്ടുന്ന ചില ദിവസങ്ങളിൽ ശനി ഞായറും അവിടെ പോയി മോൻ്റെ കൂടെ നിൽക്കും. ചില ദിവസങ്ങളിൽ വൈഫ് പോയി നിൽക്കും, ചില ദിവസം ഞാൻ പോയി നിൽക്കും. അങ്ങനെ ഒരിക്കൽ ഞാൻ വിചാരിച്ചു ഞാൻ പാചകം ചെയ്ത് പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പാചകം ചെയ്ത് പഠിച്ചു തുടങ്ങി. ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഫിഷാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫിഷ് മാർക്കറ്റിൽ പോയി കുറച്ച് ബൾക്കായിട്ട് ഫിഷ് വാങ്ങി. വലിയ പ്രഷർ കുക്കറും വലിയ പാനും ഒക്കെ അവിടെ കൊണ്ടുപോയി വെച്ചു. കാരണം ഞാൻ പലപ്പോഴും കുറേ വീടുകളിൽ ഒന്നിച്ച് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ എപ്പോഴും സ്പെയർ ഈ അടുക്കള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ അതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് ഫിഷൊക്കെ വാങ്ങി വന്നിട്ട് വാങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ കൂടെ വാങ്ങിക്കേണ്ട സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് ചോദിച്ച് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ വൈഫിനെ ഫോൺ ഓണാക്കി വെച്ചുകൊണ്ട് ഈ പ്രോസസ്സൊക്കെ പഠിച്ചു. ഫിഷ് കറി, ഫിഷ് ഫ്രൈ ഇതൊക്കെ പഠിച്ചു. ഞാൻ ഉണ്ടാക്കി. ഏറ്റവും രുചികരമായിരുന്നു അത് എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. എന്നിട്ട് ചോറും അതിൻ്റെ കൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തോ ഒഴിക്കാനുള്ള കറിയൊക്കെ ഉണ്ടാക്കി, മോര് കറി അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കി സുഭിക്ഷമായിട്ട് എൻ്റെ മോനും ധാരാളം കഴിച്ചു, ഞാനും ധാരാളം കഴിച്ചു. അങ്ങനെ ഒരു 2-3 ആഴ്ച ഞാൻ ഈ മീൻ പ്രയോഗം നടത്തി. എൻ്റെ കഷ്ടകാലത്തിന് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കാലൊരു കാർ അപകടത്തിൽ ഒടിഞ്ഞു പോയത്. പിന്നെ എനിക്ക് മാസങ്ങളോളം കിടപ്പിലാണ്ടി വന്നു. അപ്പോൾ എൻ്റെ പാചക പരീക്ഷണം അതോടുകൂടി നിന്നു. പിന്നെ കാല് ശരിയായെങ്കിലും കുറേ നാൾ ഞാൻ ഊന്നുവടിയൊക്കെ വെച്ചാൽ നടന്നു. അപ്പോൾ പിന്നെ പാചകം ചെയ്യാൻ പോകാൻ പറ്റൂ, കയ്യിൽ വടിയൊക്കെ കുത്തി നടക്കുമ്പോൾ. അതുകൊണ്ട് അതങ്ങനെ നിന്നുപോയി. ഇപ്പോഴും എനിക്ക് അത് വീണ്ടും തുടരണമെന്ന് ആഗ്രഹമുണ്ട്, നോക്കണം ഇനിയിപ്പം. കാരണം അവനവും പാചകം ചെയ്യുന്ന പോലെ ആസ്വദിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നോട് പല സ്ത്രീകളും പറഞ്ഞിട്ടുള്ള അങ്ങനെയല്ല, പാചകം ചെയ്ത് കഴിയുമ്പോൾ കഴിക്കാൻ തോന്നില്ല എന്ന്. പക്ഷേ പാചകം അറിയോ? ചെറുതായിട്ടൊക്കെ പാചകം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്ഷീണമൊക്കെ കഴിയുമ്പോൾ പിന്നെ കഴിക്കാനേ തോന്നില്ല എന്നാണ് പലരും പറയുന്നത്. അങ്ങനെ ഞാൻ വലിയതായിട്ടൊന്നും നമ്മൾ ചെയ്യില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എനിക്ക് പറയുന്നത് കണക്ട് ആവാൻ പറ്റുന്നില്ല. ഞാൻ കഴിക്കാറുണ്ട് ഉണ്ട്, പക്ഷെ എനിക്ക് അവരിൽ നിന്ന് മനസ്സിലാകുന്ന അവർ ബൾക്കായിട്ടായിരിക്കും പാചകം ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും. അപ്പോൾ അതൊരു വലിയ എഫർട്ടായിരിക്കും. കൂടുതൽ അംഗങ്ങളുണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ സമയത്തേക്കായിരിക്കും, ഒന്നിൽ കൂടുതൽ നേരത്തേക്ക് പാചകം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ക്ഷീണിച്ചു പോയിരിക്കും. അപ്പോൾ അങ്ങനെ ക്ഷീണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ, പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പാചകമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ കഴിക്കാനുള്ള താല്പര്യം ഇല്ലാതായി പോകും. അതൊരു ജോലിയായിട്ട് പിന്നെ കഴിക്കായിരിക്കും. പക്ഷെ ഞാൻ കുറേ ദിവസം പാചകം ചെയ്തു എന്ന് പറഞ്ഞില്ലേ, എനിക്കത് കഴിഞ്ഞ് കഴിക്കാൻ നല്ല ഉത്സാഹമായിരുന്നു, നല്ല വിശപ്പും വരും. മനസ്സിലായി? ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആയിരിക്കാം. അതെ, ഞാനും അങ്ങനെ വിചാരിക്കുന്നു. സാർ, അത് പറഞ്ഞു വന്നപ്പോഴാണ് ഇപ്പം നമ്മുടെ ബുക്കുകളിൽ, അതായത് കുഞ്ഞു കുട്ടികളെ നമ്മൾ സാർ പറഞ്ഞില്ലേ ഞാൻ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞില്ലേ, ശരിക്കും ഇന്ന് കുട്ടികൾ പഠിക്കുന്നത്, അതായത് ഈ ഒരു വർഷം മുതൽ കുട്ടികളുടെ ബുക്കുകളിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് അടുക്കളയിൽ നിന്നിട്ട് ജോലി ചെയ്യുന്ന ഒരു അച്ഛൻ്റെ പിക്ചറും അതുപോലെ തന്നെ അങ്ങനെയുള്ള പിക്ചേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാലിൻ്റെ മേലെ കാല് വെച്ച് പത്രം വായിക്കുന്ന ഒരു അച്ഛൻ്റെ രൂപമായിരുന്നു നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ഉള്ളത്. അപ്പം സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മൈൻഡിലും ഇത് ഫിക്സഡ് ആയിട്ടുള്ള കാര്യമാണ്. അടുക്കളയിൽ കയറുക എന്നുള്ളത് അമ്മേൻ്റെ അല്ലെങ്കിൽ ചേച്ചി ഉണ്ടെങ്കിൽ അവരുടെ മാത്രം ഡ്യൂട്ടിയാണ് എന്നുള്ളൊരു കാര്യം. അപ്പം അതിൽ കുറച്ചുകൂടെ മാറ്റം വന്നു, അതിൻ്റെ ഒരു സൂചനയല്ലേ സാർ ഇപ്പം ഈ ഒരു ബുക്കിൽ കൂടെ നമ്മൾ കാണുന്നത്? ഈ ബുക്ക് മാത്രമല്ല, എനിക്കും അതിൽ ചില നിർദ്ദേശങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഈ പല വിദേശ രാജ്യങ്ങളിലും നിർബന്ധിത പട്ടാള സേവനം എന്നൊരു വകുപ്പുണ്ട്. 18 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികൾ 1 വർഷമെങ്കിലും നിർബന്ധമായിട്ട് പട്ടാളത്തിൽ സേവനം ചെയ്താലേ
അതുകൊണ്ടെന്താണെന്ന് വെച്ചാൽ അവർ കുറച്ച് ഡിസിപ്ലിൻഡ് ആവുന്നു, പിന്നെ സാമൂഹ്യ രംഗത്ത് അവരെ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നു, പിന്നെ പട്ടാളക്കാരുടെ ശമ്പളം കുറയ്ക്കാൻ, കാരണം ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ മതിയല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിൽ നിർബന്ധിത അടുക്കള പരിചരണം ഒരു ഭാഗമാക്കേണ്ടിയിരിക്കുന്നു. അത് പണ്ടൊക്കെ ആണെങ്കിൽ ആൺകുട്ടികളെ അടുക്കളയിൽ കയറാൻ പണക്കാരുടെ വീട്ടിലും പാവപ്പെട്ടവരുടെ വീട്ടിലും ഒന്നും സമ്മതിക്കില്ലായിരുന്നു. അത് പെൺകുട്ടികളുടെയും പെൺമക്കളുടെയും ഒരു സാമ്രാജ്യമായി മാറുമായിരുന്നു. എന്ന് മാത്രമല്ല, അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ ഒരു ദുരന്ത കാലമായിരുന്നു അത്. ഈ ആണുങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മുഴുവൻ പാത്രം കഴുകണം, പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ മുഴുവൻ പാത്രം കഴുകണം. കൊച്ചു കുഞ്ഞായിരിക്കും മുതൽ ഞാൻ പണ്ടൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു 3-4 വയസ്സാകുമ്പോൾ തൊട്ടേ പെൺകുട്ടികളെ കൊണ്ട് ഈ പണി ചെയ്യിക്കുക. എന്നുവെച്ചാൽ അന്ന് പറയുന്നത് എന്താണെന്നറിയാം, നീ ഇതൊക്കെ ഇനിയും ചെയ്യേണ്ടവളാണ്. എനിക്ക് രസകരമായ ഓർമ്മ വരുന്നത്, ഒരിക്കൽ ഒരു സ്കൂളിലെ ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കുകയുണ്ടായി, ഈ സ്ത്രീ അധ്യാപകരെയാണോ പുരുഷ അധ്യാപകന്മാരെയാണോ ബഹുമാനമുള്ളത്? അപ്പോൾ ആ കുട്ടി വളരെ സത്യസന്ധമായിട്ട്, കൊച്ചുകുട്ടിയാണ്, സത്യസന്ധമായിട്ട് പറഞ്ഞു പുരുഷ അധ്യാപകന്മാരെ മാത്രമേ ബഹുമാനമുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ, അത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ പാത്രം കഴുകുന്നതും ചോറ് വെക്കുന്നതൊക്കെ ഞാൻ കാണില്ല, അങ്ങനെയുള്ള ടീച്ചറല്ലേ ഇവിടെ വരുന്ന ടീച്ചർ വന്നു. മനസ്സിലായില്ലേ? അപ്പം അങ്ങനൊരു ജീവി ഭക്ഷണം പാകം ചെയ്യാനും വിളമ്പി കൊടുക്കാനും പാത്രം കഴുകാനുള്ള ഒരു ജീവിയായിട്ട് സ്ത്രീ സമൂഹ മനസാക്ഷിയിൽ ചിത്രീകരിക്കപ്പെട്ടു. നമ്മൾ എത്രയൊക്കെ മഹത്വവൽക്കരണം കാണിച്ചാലും ഒരു കുടുംബത്തിലൊരു കുട്ടി കണ്ടു വളരുന്നത് എന്താണോ അത് മാത്രമേ അവൻ്റെ ഉള്ളിലേക്ക് സ്ഥാനം പിടിക്കുള്ളൂ. ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ അടുക്കള കയറുന്നതോ ഞാൻ അടുക്കള കയറുന്നതോ അടുക്കളയിൽ എന്താണ് നടക്കുന്നതോ അതിനെന്താണ് കൂട്ടിയെന്നോ ഇതൊന്നും കണ്ടുപഠിച്ചിട്ടില്ല. എന്നാൽ പിന്നീട് ഞാൻ കണ്ടു, റിട്ടയർ ചെയ്തതിന് ശേഷം അച്ഛൻ അടുക്കളയിൽ കയറുന്നത് ഞാൻ കണ്ടു, അമ്മയെ സഹായിക്കാൻ വേണ്ടി. അപ്പം റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴേ അതിന് സമയമാവുന്നുള്ളൂ. അപ്പോൾ അത് ചെറുപ്പത്തിലേ ശീലിക്കേണ്ട ഒരു രീതിയാണ്. അപ്പോൾ ഈ അച്ഛൻ പാചകം ചെയ്യുന്നത് ചിത്രത്തിൽ കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല, സ്വന്തം വീട്ടിൽ അച്ഛൻ പാചകം ചെയ്യുന്നതുകൂടി കാണും. അത് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക രാജ്യങ്ങളും, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഈ ടെക്കീസിൻ്റെ ഇടയിലുള്ളൊരു കൾച്ചർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് പാചകം ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊരു ഷെയറിങ് വരുന്നുണ്ട്. കാരണം ഒരു ജീവിതം ആസ്വാദ്യകരമാണെങ്കിൽ ഒരാൾ പണിയെടുത്ത് മറ്റൊരാൾ ആസ്വദിക്കുന്നത് മാത്രം ജീവിതം ആസ്വാദ്യമാകില്ല. അതുകൊണ്ട് പഴയ വീടുകളിൽ എവിടെ നോക്കിയാലും ഈ സ്ത്രീ ഒരു സ്ലേവറിയുടെ പാർട്ടും പുരുഷൻ ഒരു അതോറിറ്റിയുടെ പാർട്ടുമായിട്ട് മാറ്റപ്പെട്ടിരുന്നു. ആ കോൺസെപ്റ്റ് മാറ്റണമെങ്കിൽ തന്നെ പുരുഷന്മാരെ അടുക്കളയിൽ കയറ്റണം. അത് ആരാ അതിൽ പങ്കുവഹിക്കേണ്ടത്? ഇപ്പോൾ ഞാൻ പാചകം പഠിക്കാൻ കാരണം അമ്മ അടുക്കള കയറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതുപോലെ, ഭർത്താക്കന്മാരെ അടുക്കളയിൽ കയറുന്നില്ലെങ്കിൽ ഞാനതിന് കുറ്റം പറയുക ഭാര്യമാരെയാണ്. അവർ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറയുന്നതിന് പകരം ഭർത്താക്കന്മാരെ അവർ പതുക്കെ സ്ലോ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആകർഷിക്കണം. അതിന് കഴിയും. ഈ ഭർത്താക്കന്മാരെ ഒരു പണിയെടുപ്പിക്കാൻ കഴിവുള്ളവരാണ് സ്ത്രീകൾ. അത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. അത് ഏത് രീതിയിൽ അവർ ഭർത്താക്കന്മാരെ ആ വർക്കിലേക്ക് കൊണ്ടുവരുമോ അതനുസരിച്ചിരിക്കണം. അവർ വെറുപ്പിക്കലല്ല വേണ്ടത്. പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ശരണം കൊടുക്കില്ല. അങ്ങനെയല്ല, അവർക്കൊരു താല്പര്യമുള്ള ഡീലാക്കി മാറ്റാൻ എനിക്ക് തോന്നുന്നത് ഒരു 90% പുരുഷന്മാരെയും അടുക്കളയിലേക്ക് കൊണ്ടുവരാൻ സ്ത്രീകൾ വിചാരിച്ചാൽ കഴിയും. 10% മടിയന്മാരുണ്ടാവും, അവരെ ആര് വിചാരിച്ചാലും കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ മാറ്റാവുന്ന ഒരു സാമൂഹിക രീതിയാണത്. ഇനി അത് തന്നെ ഇപ്പം സംഭവിക്കുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു കറിക്ക് ഉപ്പില്ല മുളകില്ല എന്നൊരു പരാതി ഭർത്താവ് പറയുമ്പോൾ ഭാര്യ ദേഷ്യപ്പെടും. ചുമ്മാ അവിടെ നിന്ന് കഴിച്ചാൽ മതിയല്ലോ, ഞാനല്ലേ ഇതെല്ലാം ചെയ്യേണ്ടതെന്ന് ചോദിക്കും. എന്നാൽ ഈ ഭർത്താവ് പാചകത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പരാതി തന്നെ ഇല്ലാതാവും. കാരണം ഉപ്പില്ലെങ്കിൽ അതിൽ ഉപ്പ് ചേർക്കാൻ അയാൾക്കറിയാം, എരിവില്ലെങ്കിൽ എരിവ് അയാൾക്ക് ചേർക്കാൻ അറിയാം. അപ്പോൾ അയാൾ തന്നെ അത് ചേർക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഇതൊക്കെ തത്വത്തിൽ ഞാനും അടിക്കുന്നുണ്ട്, എനിക്കിപ്പോഴും പാചകം വശമില്ല എന്നുള്ളതാണ് സത്യം. അത് പോട്ടെ, ഞങ്ങളൊക്കെ ഒരു കഴിഞ്ഞ തലമുറയുടെ ഭാഗമായി നോക്കാം. പക്ഷെ ഇനിയുള്ള തലമുറ അങ്ങനെ ചെയ്യരുത്. പക്ഷെ ഇപ്പോഴത്തെ തലമുറയിൽ ഞാൻ കണ്ടിരിക്കുന്ന നല്ലൊരു പങ്ക് ആൺകുട്ടികൾ ഇതിലൊന്നും ബോധമിടരുത്. ഇതൊക്കെ എന്തോ സ്ത്രീകളുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അവർ മാറി നിൽക്കുകയാണ്. അത് മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുക്കണം. ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ അമ്മമാരും ഭാര്യമാരുമാണ് പുരുഷന്മാരെ മാറ്റേണ്ടത്. അല്ലാതെ പുരുഷന്മാർ സ്വയം മാറും അങ്ങനെ ഉദാത്തവൽക്കരിക്കപ്പെടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ എല്ലാം ബാക്കിയുള്ളവർ ചെയ്ത് കിട്ടുകയാണെങ്കിൽ അത് ആസ്വദിക്കുക മാത്രം ചെയ്യുക എന്നുള്ള ഒരു സഹജ വാസനയാണ്. അതിപ്പോൾ വർഷയുടെ കേസിലാണെന്ന് വെച്ചുള്ളൂ. വർഷയുടെ വീട്ടിൽ ഫുഡ് മുഴുവൻ അമ്മ വെച്ച് തരികയാണെങ്കിൽ എപ്പോഴും അടുക്കള കയറാൻ തോന്നുന്നില്ല. അപ്പോൾ അത് പെൺകുട്ടികൾ എന്തുകൊണ്ട് ചെറുപ്പകാലത്ത് അടുക്കളയിൽ കയറുന്നു എന്നുള്ള അമ്മമാർ അവരെ അവിടേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതേ അമ്മമാർ തന്നെ ആൺകുട്ടികളെ അവിടേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇതിൽ വ്യത്യസ്തമായ സ്നേഹത്തിൻ്റെ അളവുകോലുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരളവ് ഒരു സത്യമാണ്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർക്ക് ഇഷ്ടം പൊതുവെ ആൺമക്കളോടാണ്, ആ ആ ആ അച്ഛന്മാർക്ക് ഇഷ്ടം പൊതുവെ പെൺമക്കളോടാണ്. ഇത് സ്വാഭാവികമായുള്ള ഒരു സഹജ വാസനയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അമ്മമാരെ സംബന്ധിച്ച് മകന് ജോലി എടുത്തു കൊടുക്കേണ്ട ആളാണ് മകള് എന്ന് വിചാരിക്കും. അപ്പോൾ എപ്പോഴും ഒരു ആൺകുട്ടിയെ അവരൊരു എലിവേറ്റഡ് പൊസിഷനിൽ നിർത്താൻ ശ്രദ്ധിക്കുകയുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ ഒരു സാമൂഹ്യ രീതി നമുക്ക് വന്നു എന്നറിയില്ല. പല രാജ്യങ്ങളിലും അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇന്ത്യയിലെ ഒരു പ്രത്യേകതയായിട്ടാണ് ഇത് കാണുന്നത്. ആൺകുട്ടികൾ എന്തോ അത് ജന്മത്തിൽ തന്നെ കൂടുതൽ പുണ്യം ചെയ്തവനാണ് പുരുഷനായിട്ട് ജനിക്കുന്നതെന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ഹൈന്ദവ സങ്കല്പത്തിൽ. അതുകൊണ്ട് പുണ്യം കുറച്ച് പുണ്യം ചെയ്യാത്തവളാണ് പെണ്ണായി പോയത് എന്ന് ഒരു നരകത്തിൽ നിന്ന് എടുത്തെറിയപ്പെടുന്നവളാണ് നാരീജന്മം കൊള്ളുന്നതെന്നാണ് പറയാറ്. പുരുഷൻ അങ്ങനെയല്ല. പുരുഷജന്മം കിട്ടണമെങ്കിൽ പുണ്യം ചെയ്തിരിക്കണമെന്ന് സങ്കല്പമുണ്ട്. അപ്പോൾ അത് ഈ അമ്മമാരുടെ മനസ്സിലേക്ക് വന്നാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് നമ്മുടെ സാമൂഹികപരമായ ഒരു തിന്മയാണ്. പുരുഷൻ അടുക്കളയിൽ കയറുന്നില്ലെങ്കിൽ അതിന് ഒരളവ് വരെ സ്ത്രീകളെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് അവൻ്റെ ഭാര്യയെ മാത്രമല്ല, അവൻ്റെ അമ്മയും മുതൽ അതിന് നമുക്ക് കാരണക്കാരാക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ പഴയ തലമുറയിലെ അച്ഛന്മാർ അടുക്കളയിൽ വന്നിട്ടില്ലെങ്കിൽ അതിന് കാരണമുണ്ടായിരുന്നു. അന്ന് അവർ രാവിലെ കലപ്പയും കൊടുവാളും ഒക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. അവർ വീട്ടിലില്ല. പാടത്ത് പണിയെടുത്തിരുന്ന മുഴുവൻ ആണുങ്ങളാണ്. അത് ഉന്നത കുലജാതരാണെങ്കിൽ പാടത്ത് കാവലിന് പോകുന്നവരാണ്, പണിയെടുപ്പിക്കാൻ പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് പാചകം ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരുപാട് ജോലിക്കാരുണ്ടാകും വീട്ടിൽ. ഈ നിലവും കൃഷി ചെയ്യാനും പുരയിടത്തിൽ പണിയെടുക്കാനൊക്കെ ഒരുപാട് ജോലിക്കാരുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ എൻ്റെ അച്ഛനൊരു സ്കൂൾ അധ്യാപകനായിരുന്നിട്ട് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ പണിക്കാരുടെ കൂടെ അങ്ങ് പോകും രാവിലെ. അപ്പോൾ അച്ഛൻ അടുക്കള കയറാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ അമ്മ എന്ത് ചെയ്യും, പണിക്കാർ വരുന്ന കൂട്ടത്തിൽ 1-2 സ്ത്രീകളെയും കൂടെ കൂട്ടിയിട്ട് വലിയ ചെമ്പിനകത്ത് കഞ്ഞിയും കറിയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ വേറെ ഉണ്ടാവും. അപ്പോൾ അത് അവരുടെ ഡിപ്പാർട്ട്മെന്റായി മാറുകയാണ്. അപ്പോൾ അന്നത്തെ സ്ഥിതിയല്ല ഇപ്പോൾ എവിടെയെങ്കിലും ചെമ്പ് വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടോ? ഒരു വീട്ടിൽ 2 ആൾക്ക് പരമാവധി പോയി കഴിഞ്ഞാൽ ഒരു കുഞ്ഞും കൂടെ 3 പേർക്ക് ഭക്ഷണമുള്ളൂ. അതിനിപ്പോൾ നമുക്ക് അന്നത്തെ പോലെയല്ല കിച്ചൺ. ഇപ്പോൾ വീടിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. അന്നത്തെ വീടുകളിലെന്ന് വെച്ചാൽ കിച്ചൺ സെപ്പറേറ്റ് ആണ്. വീടിന്റെ പ്രധാന ഭാഗവുമായിട്ട് ബന്ധിപ്പിക്കില്ല അതിനെ. കാരണം അവിടെ വലിയ അന്ന് പുകയല്ലേ കിച്ചൺ എന്ന് പറയുന്നത്. ഇപ്പോൾ കിച്ചണിൽ പുകയില്ല, ഗ്യാസ് അല്ലെങ്കിൽ ഓവനാണ് ഉപയോഗിക്കുന്നത്. എന്ന് മാത്രമല്ല ഇപ്പോൾ ഞാൻ തന്നെ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഉച്ചഭക്ഷണം കഴിക്കുന്നത് എൻ്റെ ക്വാർട്ടേഴ്സിൽ പോയിട്ടാണ് കഴിക്കുന്നത്. ക്വാർട്ടേഴ്സിൽ ഞാൻ ഫുഡ് നേരത്തെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 2-3 ദിവസത്തെ ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും, ഫ്രിഡ്ജിനകത്തുണ്ടാവും. അപ്പോൾ അതിൽ ഈ ഫുഡ് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കരുതെന്നൊക്കെ ആളുകൾ തത്വമൊക്കെ പറയാറുണ്ട്. പക്ഷെ പ്രായോഗികമായിട്ട് അതൊന്നും നടക്കുന്ന കാര്യമില്ല. ഇപ്പോൾ എല്ലാ വീടുകളിലും ഫ്രിഡ്ജിൽ വെച്ച ഫുഡാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന്, ഞാൻ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറേശ്ശെ എല്ലാം എടുത്തിട്ട് ബൗളിനകത്ത് വെച്ച് ഓവനകത്ത് വെച്ച് ചൂടാക്കി, അല്ലെങ്കിൽ ഗ്യാസിൽ ചൂടാക്കുന്നതിനേക്കാൾ എളുപ്പം ഓവനിൽ വെച്ച് ചൂടാക്കുന്നത്. ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ട് ഒന്നിച്ച് കഴിക്കും. എന്നാൽ പല വീടുകളിലും പുരുഷന്മാർ ഈ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം കഴിക്കാൻ തയ്യാറാവില്ല. അതിനൊരു 500 ന്യായം പറയും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത്. പക്ഷേ അത് ഉണ്ടാക്കി കൊടുക്കാൻ അവിടെ ആൾ വേറെ ഇരുന്നിട്ടാണ്. ഒരു ഭാര്യ പറയാനില്ല ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നില്ല, ഫ്രിഡ്ജിൽ വെച്ചത് മതി എന്ന് പറഞ്ഞാൽ ആൾ കഴിക്കാൻ നിർബന്ധിതനാണ്. അപ്പോൾ അവിടെയൊക്കെ ചില മെയിൽ ഷോവിനിസം വരുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഈ ഇടത്തരം കുടുംബങ്ങളിലേക്കാൾ കൂടുതൽ ഞാൻ ആ ഷോവിനിസം കണ്ടിരിക്കുന്നത് ലോ ഇൻകം ഗ്രൂപ്പിലാണ്. ഈ ലോ ഇൻകം ഗ്രൂപ്പിൽ എന്തോ ഒരു ഭർത്താവിൻ്റെ അവകാശമാണ് ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഈ മീഡിയം അല്ലെങ്കിൽ മിഡിൽ അല്ലെങ്കിൽ ഹൈ ഇൻകം ഗ്രൂപ്പിൽ അങ്ങനെ ഒരു അവകാശമൊന്നുമില്ല. പിന്നെ ഹൈ ഇൻകം ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഇങ്ങനൊരു കൺസേണേ ഇല്ല. വീട്ടിൽ ഭക്ഷണം ഇല്ലെങ്കിൽ അപ്പം തന്നെ ഭക്ഷണം കൊണ്ടുവരാനുള്ള ഏർപ്പാട് അവർ ചെയ്യും. അതുണ്ട്. അപ്പം ഇതിലൊക്കെ സാമൂഹികമായ ഒരു മാറ്റം തന്നെ ഉണ്ടാകണം. ഇപ്പോഴത്തെ നമ്മുടെ ജീവിത സമ്പ്രദായം വെച്ചിട്ട് അടുക്കളയിൽ കയറി ഭർത്താവിനും ഭാര്യയ്ക്കും ഒന്നിച്ച് പാചകം ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. പഴയതുപോലെ അല്ല. പണ്ട് അടുക്കളയിൽ നിന്ന് പുരുഷൻ പണി ചെയ്യുന്നത് പുറത്ത് കണ്ട്, അന്നത്തെ അടുക്കളക്കൊക്കെ അഴികളുണ്ടായിരുന്നു. അടുത്ത വീട്ടിലെ സ്ത്രീകൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര ദുരന്തമായിട്ട് പറയപ്പെടാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. സർ, ഇപ്പം സർ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് എല്ലാവരും വർക്കിംഗ് ആണ്. ഈ പറയുന്ന സ്ത്രീകൾ പുരുഷന്മാരെന്നല്ലാതെ മറ്റേ എല്ലാ ജെൻഡേഴ്സും നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഇൻകം കിട്ടുള്ളൂ, ഭക്ഷണം കഴിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു നിലയായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ അവർ കുട്ടികളെ നോക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ പാചകം ചെയ്യുന്നു. അത് സ്വന്തമായിട്ടല്ല, വീട്ടിലെല്ലാവർക്കും വേണ്ടി ഇങ്ങനെ പാചകം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര കഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം സാർ പറഞ്ഞു ഇതിലൊരു മാറ്റം വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം എത്തരത്തിൽ അല്ലെങ്കിൽ എങ്ങനെ ഇതിനൊരു മാറ്റം വരുത്താം, അല്ലെങ്കിൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ ഇവരെ കിച്ചണിലേക്ക് കൊണ്ടുവരാം? കേരളത്തിലെ പൊതുസ്ഥിതി നോക്കുകയാണെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പിൽ ഇപ്പോഴും പുരുഷന്മാരാണ് വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്. മിഡിൽ ഇൻകം ഗ്രൂപ്പിൽ അങ്ങനെയല്ല.
കേരളത്തിലെ മിഡിൽ ഇൻകം ഗ്രൂപ്പിൽ ഇപ്പോൾ സ്ത്രീകളാണ് വരുമാനത്തിൻ്റെ പ്രധാന സ്രോതസ്. പലയിടത്തും സ്ത്രീകളുടെ ശമ്പളം കൊണ്ടാണ് കുടുംബം കഴിയുന്നത്. പുരുഷന്മാരൊക്കെ ജോലിയുള്ളവരടുത്താണെങ്കിൽ 2 പേരുടെയും കൊണ്ടാണ്. മിഡിൽ ഇൻകം ഗ്രൂപ്പിലെ സ്ത്രീകൾ വെറുതെ ഇരിക്കുന്ന വീടുകൾ ഇപ്പോൾ അപൂർവമാണ്. ഹൈ ഇൻകം ഗ്രൂപ്പിൽ ഇതിൽ ഏതെങ്കിലും ഒരാളെ ആയിരുന്നു, മിക്കവാറും അത് പുരുഷനായിരിക്കും വരുമാനത്തിന്. അപ്പോൾ ഈ മിഡിൽ ഇൻകം ഗ്രൂപ്പിൻ്റെ വീടുകളിലാണ് ഈ പറഞ്ഞ സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ലോ ഇൻകം ഗ്രൂപ്പിന് ഇതൊരു പ്രശ്നമില്ല, കാരണം അവിടെ സ്ത്രീകൾക്ക് സമയമുണ്ട്. അവർക്ക് പുരുഷനെ ജോലിക്ക് വിട്ടിട്ട് അവർക്ക് വീട്ടിൽ പാചകം ചെയ്യാൻ കഴിയും. അപ്പോൾ മിഡിൽ ഇൻകം ഗ്രൂപ്പിൽ അത് കഴിയുന്നില്ല. സ്ത്രീകളാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നതും ഓഫീസിൽ പോകുന്നതൊക്കെ അവരാണ്. അപ്പോൾ ആ വിഭാഗത്തിൽ പുരുഷന്മാരെ അടുക്കളയിൽ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതിന് എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറഞ്ഞു നിർബന്ധിക്കുന്നതിനേക്കാൾ അവർക്കത് റിയലൈസ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങളിലേക്ക് എത്തിക്കണം. ഇപ്പോൾ ഒരു ദിവസം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ അന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ അവരിലേക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കും. അത് സ്ത്രീകൾ വിചാരിച്ചാൽ അത് ഉണ്ടാക്കാൻ പറ്റും, കാരണം അതിനുള്ള ടെക്നിക്കൊക്കെ അവർക്കറിയാം. പക്ഷേ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, ഈ പുരുഷന്മാരുടെ അടുക്കളയിൽ പണി ചെയ്യുന്നില്ലെങ്കിലും ഇപ്പം അടുക്കളയിൽ അടുപ്പ വെക്കുന്നതോ തിരിച്ചെടുക്കുന്നതോ മാത്രമല്ലല്ലോ, ഈ കറിക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത്, കറി വെക്കാൻ വേണ്ട സാധനങ്ങൾ എത്തിക്കുന്നത്, പാചകത്തിന് വേണ്ട സാധനം എത്തിക്കുന്നത്, ഇതിലൊക്കെ നല്ലൊരു പങ്ക് പുരുഷന്മാർ സഹായിക്കുന്നുണ്ട്. എൻ്റെ ഇടയ്ക്ക് നമ്മുടെ തന്നെ ഒരു സ്ഥാപനത്തിലെ ഒരു സ്ത്രീ ജീവനക്കാരി പറയണ്ടേ, വീട്ടിലെത്തി എനിക്ക് വിശ്രമമാണ് സാറേ, കാരണം ഹസ്ബൻഡിന് പാചകം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വീട്ടിലെത്തി എന്നെ പണി ഞാനൊന്നും സമ്മതിക്കില്ല, അദ്ദേഹം എല്ലാം ചെയ്തോളും. പിന്നെ എനിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വേണമെങ്കിൽ മാത്രമേ ഞാൻ അത് പറഞ്ഞെടുപ്പിക്കുന്നതിന് വരെ ഞാൻ കറിയും എടുക്കും, അല്ലെങ്കിൽ അതൊക്കെ ചെയ്തോളും, കൃത്യമായിട്ട് ചെയ്തോളും. ഇന്ന് മാത്രമല്ല രുചികരമായ ഭക്ഷണം ചെയ്യും. അതും ഒരു രഹസ്യമാണ് കേട്ടോ. ഈ പുരുഷന്മാരുണ്ടാക്കുന്ന ഭക്ഷണത്തിനാണോ സ്ത്രീകളുണ്ടാക്കുന്ന ഭക്ഷണത്തിനാണോ രുചി കൂടുതൽ? അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഉണ്ടോ സർ? പക്ഷെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഒബ്സർവേഷൻ, ചെറിയ അളവിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ സ്ത്രീകളാണ് മിടുക്കര്, 2 പേർക്കോ 3 പേർക്കൊക്കെ. പക്ഷെ വലിയ അളവിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരികയാണെങ്കിൽ സ്ത്രീകൾ ഫെയിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താ റീസൺ എന്ന് എനിക്കറിയില്ല. 100 പേർക്കോ 200 പേർക്കൊക്കെ അപ്പോൾ സ്കെയില് കൂടുമ്പോൾ പുരുഷന്മാരാണ് ഭക്ഷണം ഉണ്ടാക്കാൻ മിടുക്കരെന്നാണ് എനിക്കറിയാൻ കഴിയും. ഒരുപക്ഷെ ഒരു വീട്ടിലെ അടുക്കളയിൽ ചെറിയ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീയും പുരുഷനും ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ സ്ത്രീ മെച്ചപ്പെട്ടതായി എന്ന് വരാം. അപ്പോൾ ഇത് എന്താ അതിൻ്റെ റീസൺ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു വലിയ അളവിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല സ്ത്രീകളെന്നുണ്ട്. ഇനി ഇതിലും വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ അതിഥികൾ വരുമ്പോൾ എപ്പോഴും പുരുഷന് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടാവും. സ്ത്രീകൾക്ക് പലപ്പോഴും ഇത് ഉണ്ടാകാറില്ല. അതിൻ്റെ സൈക്കോളജി ഇനി പഠിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് അത്രയും കൂടി മെനക്കെടാൻ വയ്യാഞ്ഞിട്ടാണോ, അല്ലാതെ അതിൻ്റെ സാമ്പത്തിക ലാഭനഷ്ടമൊന്നും നോക്കി ആയിരിക്കണമെന്നില്ല. അത് ഈ മിഡിൽ ഇൻകം ഗ്രൂപ്പിൽ പ്രത്യേകിച്ചും കാണുന്നത്, വിസിറ്റേഴ്സ് വരുമ്പോൾ അവർക്ക് സൽക്കരിക്കാൻ സ്ത്രീകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവൻ്റെ മനസ്സില്ലാ മനസ്സോടെ അങ്ങനെ ചെയ്യുന്നതാണ്. പുരുഷന്മാരുടെ മനസ്സിൽ അങ്ങനെയല്ല, എല്ലാ വരുന്ന വിസിറ്റേഴ്സിനെ സൽക്കരിച്ചു വിടണം. പക്ഷെ അവരുടെ അടുക്കള കയറുന്നുമില്ല, അവരവിടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്, ചെയ്യിപ്പിക്കുകയാണ്. അതിലൊരു ഡൈക്കോട്ടോമി അതിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അതൊരു മാനസിക വ്യത്യാസമാണ്. ഇപ്പോൾ വലിയ കാറ്ററിംഗ് സർവീസൊക്കെ നോക്കിയാലും അവിടെ കുക്കിങ്ങിന് സ്ത്രീകളെ ഏർപ്പാട് ചെയ്യാറില്ല, സ്ത്രീകളെ സഹായികളായിട്ട് നിർത്താറുള്ളൂ. കാരണം കാറ്ററിംഗ് സർവീസുകാർക്ക് എന്താ സ്ത്രീകളെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. അവിടെ പാചകത്തിൻ്റെ ചുമതല എപ്പോഴും പുരുഷന്മാരായിരിക്കും മിക്കും, മറിച്ച് പാത്രം കഴുകാനും കറി അരിഞ്ഞു കൊടുക്കാനും ഒക്കെ അധികവും സ്ത്രീകളായിരിക്കും. വളരെ അപൂർവം മാത്രമേ വലിയ കാറ്ററിംഗ് സർവീസുകളിൽ സ്ത്രീകളെ കൂട്ടുന്നത് കാണാറുള്ളൂ. അപ്പം അതൊരു സാമൂഹികമായ ഒരു പ്രത്യേക ചിന്തകൾ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ. ഈ ടേസ്റ്റ് അറിയുന്നതിൽ സ്ത്രീകളാണോ പുരുഷന്മാരാണോ മുന്നിലെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം ടേസ്റ്റ് ചെക്ക് ചെയ്യാൻ മിടുക്കര് പുരുഷന്മാർ തന്നെയാണ്. എന്നുവെച്ചാൽ വർഷങ്ങളായിട്ട് സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി കുറ്റവും കുറവും പറഞ്ഞ് ഇവർക്ക് ഇതിലൊരു എക്സ്പെർട്ടൈസ് കിട്ടുന്നു. അത് പൊതുവെ അങ്ങനെയാണ് കാണുന്നത്. അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ അങ്ങനെ കാണുന്നത്. ടേസ്റ്റ് എന്നാൽ സ്ത്രീകളാണെങ്കിൽ അടുക്കള പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഉപ്പ് നോക്കും, പുളി നോക്കും, എരിവ് നോക്കും, അതൊക്കെ നോക്കുന്നതല്ലെങ്കിൽ കറിയുടെ മൊത്തത്തിലുള്ള ഒരു ടേസ്റ്റ് മനസ്സിലാക്കാൻ പുരുഷന്മാർക്ക് ഒന്നുകൂടെ ഒരു കഴിവ് കൂടുതലാണെന്ന് തോന്നുന്നത്. അപ്പോൾ നാക്കിൻ്റെ സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ നാക്കിന് ഏറ്റവും കൂടുതൽ സെൻസിറ്റിവിറ്റി ഉള്ള ആളുകളാണ് ലോകത്ത് തന്നെ ഹൈലി പെയ്ഡ് എംപ്ലോയീസ്. ടീ ടെസ്റ്റേഴ്സ് എന്ന് പറയും. തേയില രുചിച്ച് നോക്കുക, ഭയങ്കര ശമ്പളമാണ് അതിന്. തേയില രുചിച്ച് നോക്കിയിട്ടാണ് അതിനെ ഗ്രേഡ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ കുറച്ച് ഗ്രേഡുകളിലുള്ള തേയിലകളെ കിട്ടുന്നുള്ളൂ. പല വിദേശ രാജ്യങ്ങളിലും ഡസൻ കണക്കിന് ഗ്രേഡഡ് തേയിലകളുണ്ട്. അപ്പോൾ ആ തേയിലയുടെ രുചി, ഓരോ ലോട്ടിലുമുള്ള തേയിലയുടെ രുചി നോക്കിയിട്ട് അതിന് പല പല ഗ്രേഡ് ഇടുന്നതാണ്. അത് ടീ ടെസ്റ്റേഴ്സാണ് രുചി നോക്കുന്നത്. ഈ ടീ ടെസ്റ്റർ ജോലിയിൽ സ്ത്രീകൾ അധികം കണ്ടിട്ടില്ല. തേയിലയുടെ രുചി നോക്കുന്ന ജോലിയിൽ അധികം പുരുഷന്മാരാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു പക്ഷേ ടേസ്റ്റ് ബഡ്സിൻ്റെ ആക്ടിവിറ്റി സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്കായിരിക്കും. ഞാനൊരിക്കലും
ഒരു ഗൈനക്കോളജിസ്റ്റിനോട് ഞാനിത് ചോദിക്കാൻ പറയുണ്ടായി. അത് ചിലപ്പോൾ ശരിയാകാം. എന്തെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഡെയിലി ലെവലിൽ തന്നെ ഈ ടേസ്റ്റ് ബഡ്സിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. കാരണം മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഹോർമോൺസ് അവരുടെ ശരീരത്തിൽ വരുന്നുണ്ട്. പുരുഷന്മാർക്കാണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. ദേഷ്യം വരുമ്പോൾ മാത്രമേ ആ ഇഷ്യൂ വരുന്നുള്ളൂ. അല്ലാത്തപ്പോൾ അവരുടെ ഹോർമോൺസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അതുകൊണ്ട് ടേസ്റ്റ് അറിയാൻ പുരുഷന്മാർക്കായിരിക്കാം കൂടുതൽ കഴിവെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരിക്കും പാചകം ചെയ്യേണ്ട പുരുഷന്മാരാണ്. കാരണം അവർക്കറിയും. അതെ, അവർക്കറിയും, അവർക്ക് ടേസ്റ്റ് നന്നായിട്ട് അറിയാൻ കഴിയും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സ്ത്രീകൾക്ക് ബസ്സിൽ സീറ്റ് സംവരണം ചെയ്ത് കൊടുക്കരുത്. കാരണം സ്ത്രീകൾ നിൽക്കുന്ന 2 കാലിലാണ്, പുരുഷന്മാർ 1 കാലിലാണ് നിൽക്കുന്നത്. അപ്പോൾ സീറ്റ് സംവരണം ആർക്കാണ് കൊടുക്കേണ്ടത്? പുരുഷന്മാർക്ക്. അത് നമ്മുടെ ഈ അനാട്ടമിയുടെ ഒരു പ്രത്യേകതയാണ്. സ്ത്രീകളുടെ ബോഡി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് 2 കാലിലും ഈക്വൽ പ്രഷർ കൊടുത്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ്. പുരുഷന്മാർ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചറിയാം, 1 കാലിലാണ് പ്രഷർ കൊടുത്ത് നിൽക്കുക, മറ്റേ കാല് ലിബറേറ്റഡ് ആയിരിക്കും. 2 കാലിലും ഒരേപോലെ പ്രഷർ കൊടുത്ത് പുരുഷന് നിൽക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞാൽ വല്ലാതായി പോകും, മസിൽസൊക്കെ പിടിച്ചു തുടങ്ങും. ആന നിൽക്കുന്നത് പറയാറില്ല, ആനയ്ക്ക് 4 കാലിൽ നിൽക്കാൻ പറ്റില്ല. ആന എപ്പോഴും 3 കാലിലാണ് നിൽക്കുന്നത്. അപ്പോൾ 4 കാലിലും അത് ഉറപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ അസ്ഥികൂടം പൊട്ടിപ്പോകുന്ന പറയുന്നത്. ആന എപ്പോഴും അതുകൊണ്ട് 1 കാലത്തിരെ ശ്രദ്ധിച്ചറിയാം, 1 കാലത്തിരി മടക്കി വെക്കും, 3 കാലിലേ അത് നിൽക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. 3 പോയിന്റ് സപ്പോർട്ടാണ് ഏറ്റവും സ്റ്റേബിൾ സപ്പോർട്ട്, 4 പോയിന്റിലുള്ളതിനേക്കാൾ. പക്ഷേ എന്ന് വിചാരിച്ച ആന ആ തിയറി ഒന്നും പഠിച്ചിട്ടല്ല ചെയ്യുന്നത്, എൻ്റെ ശരീരത്തിന് അങ്ങനെ പറ്റുള്ളൂ. അതുപോലെ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അടുക്കളയിൽ പാചകം ചെയ്യാൻ ഏറ്റവും യോഗ്യമായ ജന്മം പുരുഷന്മാരുടേതാണ്. എന്തുകൊണ്ടും അവർ കയറുന്നില്ല എന്നേ ഉള്ളൂ. അതെ, സാറ് പറഞ്ഞതുപോലെ ചില മാർഗങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവരെ കയറ്റാനും സാധിക്കും അല്ലേ സാർ? പിന്നെ പുരുഷന്മാരെ സ്വാധീനിക്കാൻ സ്ത്രീകൾക്ക് കഴിയും, പക്ഷെ സ്ത്രീകൾ അതിന് ട്രെയിൻഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്ത്രീകളെക്കാൾ കൂടുതൽ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന പുരുഷന്മാരെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്നേഹത്തോടൊന്ന് ഇത്തിരി പെരുമാറിയാൽ അവർ കൂടെ വന്നോളൂ. പല സ്ത്രീകളും അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അവർ സ്ത്രീകൾ പരാതി പറയുകയാണ്. അത് സ്ത്രീകളുടെ ഒരു ജന്മ സ്വഭാവമാണ്. വളരെ പ്രശസ്തമായൊരു പുസ്തകമുണ്ട്, മെൻ ആർ ഫ്രം മാർസ്, വിമൻ ആർ ഫ്രം വീനസ് എന്നുള്ളത്. ആ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് പലതും സത്യമായിട്ട് തോന്നി. കാരണം ഈ പുരുഷന്മാരെ അവിടെ എപ്പോഴും സ്ത്രീകൾ പരാതിയാണ് പറയുന്നത്. പരാതി പറയുമ്പോൾ ശരിക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പരാതിയല്ല, ഇവരുടെ ഒരു സെൽഫ് എക്സ്പ്രഷനായിട്ട് പറയുന്നതാണ്. പക്ഷേ അത് കേൾക്കുന്നത് പുരുഷന് ഇത് പരാതിയായിട്ട് തോന്നും. ഇത് പരാതിയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇന്ന് ഞാൻ ഭക്ഷണം കഴിച്ചില്ല, എനിക്കതിന് പറ്റിയില്ല എന്നൊരു സ്ത്രീ വിഷമത്തോടുകൂടി പറയുമ്പോൾ ശരിക്കും ഭക്ഷണം കഴിക്കാഞ്ഞതിലുള്ള വിഷമം കൊണ്ടല്ല അത് പറയുന്നത്. ആ പുരുഷന് അതിലൊരു സിമ്പതി കാണിക്കണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടിയാണ് അത് പറയുന്നത്. ഇത് സ്ത്രീ മനഃശാസ്ത്രം. പക്ഷെ പുരുഷ മനഃശാസ്ത്രത്തിൽ അങ്ങനെയല്ല, ഇത് ഒഫൻസീവാണ്. അപ്പോൾ അത് ഇത്ര പകരം എൻ്റെ കൂടെ ഒന്ന് വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് വന്നോളൂ. മനസ്സിലായല്ലേ? നിങ്ങളെന്താ അവിടെ വായി നോക്കി നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരില്ല. ഇത് രണ്ട് മനഃശാസ്ത്രമാണ്. അത് സ്ത്രീകൾക്ക് പലർക്കും അറിയില്ല. പക്ഷെ ഈ മനഃശാസ്ത്രം പുരുഷന്മാർക്ക് കൂടുതൽ അറിയാം. പുരുഷന്മാർക്ക് സ്ത്രീകളെ സ്വാധീനിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ സ്ത്രീകൾ അത്രമാത്രം അത് പഠിക്കാത്തത് കൊണ്ടാണോ അതോ അത് വേണ്ടെന്ന് വെച്ചിട്ടാണോ എന്നറിയില്ല, ഈ അടുക്കളയിൽ കയറ്റാനും എന്ത് പണിയെടുപ്പിക്കാനും വളരെ എളുപ്പമാണ്. അവരുടെ ഫുൾ സപ്പോർട്ട് എടുക്കാനും ഒരു ലേശം സൈക്കോളജിക്കൽ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ മുഴുവൻ അടുക്കളയിലേക്ക് കയറ്റാൻ സ്ത്രീകൾക്കൊരു ഓറിയന്റേഷൻ കൊടുത്താൽ മതി. അതെ, ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞതോടുകൂടി അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് തോന്നുന്നു. എങ്ങനെ അവരെ സ്വാധീനിച്ച് ഹൗ ടു ഇൻഫ്ലുവൻസ് മെൻ എന്ന് പറഞ്ഞൊരു കാർണഗിയുടെ ബുക്കുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ഇത് തന്നെയാണ്. നമ്മൾ ആരെയാണോ സ്വാധീനിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെ എങ്ങനെ സ്വാധീനിക്കണം. ഇപ്പോൾ ഒരു പുസ്തകം ഞാൻ വായിച്ചപ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം ഞാൻ വായിക്കുകയുണ്ടായി. വന്യമൃഗങ്ങൾ ചിലത് സൂക്ഷിച്ച് അതിൻ്റെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ അത് പിൻവാങ്ങുമത്രേ. അപ്പോൾ ഒരു നോട്ടത്തിന് തന്നെ ഇത്രമാത്രം ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ വാക്കുകൾക്ക് പ്രവൃത്തികൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുത്തിന് പുരുഷന്മാരെ മുഴുവൻ നമ്മൾ സ്വന്തം വീട്ടിലുള്ള പുരുഷന്മാരെ അടുക്കളയിൽ കയറ്റണമെങ്കിൽ ആ വീട്ടിലുള്ള സ്ത്രീകൾ തന്നെ വിചാരിക്കണം. അല്ല നാട്ടുകാർ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇനി പുരുഷന്മാർക്കൊരു പരിശീലനം കൊടുത്തിട്ട് നിങ്ങൾ അടുക്കളയിൽ കയറണമെന്ന് പറഞ്ഞാൽ എത്രമാത്രം സജീവമാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പുരുഷന്മാരിൽ പാചകത്തോട് താല്പര്യമുള്ളവരാരും പറയാതെ തന്നെ കയറിക്കോളും. ഞാൻ അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുമ്പോൾ
ഞാൻ കുറച്ചു കാലം ലീവ് എടുത്ത് അവിടെ ഒരു പ്രൈവറ്റ് കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓണർ അദ്ദേഹത്തിന് കുടുംബമൊക്കെ ഗൾഫിലാണ്. അതിൻ്റെ ഓണർ മിക്കവാറും തിരുവനന്തപുരത്ത്. അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കാറ്. അപ്പോൾ അദ്ദേഹം തന്നെ പാചകം ചെയ്യും. അദ്ദേഹത്തിന് പാചകം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും കൂടെ ഇടയ്ക്ക് കൂടും. അപ്പോൾ ഞാൻ അദ്ദേഹം പക്ഷേ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നല്ല, അദ്ദേഹത്തിന് പാചകക്കൂട്ടിലൊന്നും അറിയില്ല. അദ്ദേഹം നല്ല രുചികരമായിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് ഇനി ഭക്ഷണം ഉണ്ടാക്കി അഥവാ ഞാനവിടെ ഇല്ലെങ്കിൽ എന്നെ വിളിച്ചു പറയാമായിരുന്നു, ഇന്ന് ഞാൻ ഇതുണ്ടാക്കിയിട്ടുണ്ട് സാർ, വരൂ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്കൊക്കെ അവർക്കൊരു ക്രേസാണ് പാചകം ചെയ്യുക. അപ്പോൾ അദ്ദേഹമാണ് എന്നെ കട്ടൻ ചായ ഇടാൻ പഠിപ്പിച്ചത്. എനിക്ക് കട്ടൻ ചായ ഇടാൻ അറിയില്ല, ചായ ഉണ്ടാക്കാൻ പണ്ടേ അറിയായിരുന്നു. കാരണം അത് എൻ്റെ വീട്ടിലുണ്ടാക്കിയിരുന്ന രീതിയിലാണ് ഞാൻ ചായ ഉണ്ടാക്കുക. എൻ്റെ വീട്ടിൽ ചായ ഉണ്ടാക്കുമ്പോൾ പാല് തിളപ്പിച്ചിട്ട് അതിനകത്ത് തേയില ഇടുമായിരുന്നു. എന്നിട്ട് അത് രണ്ടും കൂടെ തിളപ്പിച്ചിട്ട് അരിച്ചെടുക്കായിരുന്നു. ആ ചായക്ക് കിട്ടുന്ന രുചി ഒരു ചായക്കും അല്ലാതെ കിട്ടില്ല. ഹോട്ടലുകളിലൊക്കെ എന്താണെന്ന് വെച്ചാൽ തേയില വേറെ തിളപ്പിക്കും, പാല് വേറെ തിളപ്പിക്കും. ആ ചായക്ക് ഒരിക്കലും ഈ രുചി കിട്ടില്ല. ഈ പാലിനകത്ത് തേയിലയിട്ട് തിളപ്പിക്കുന്ന രുചി വേറെ ഒരു ചായക്കും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കിയാൽ നല്ല അസല് ചായ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് കട്ടൻ ചായ ഇടാൻ ഒരിക്കൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ട്, സാർ എനിക്കൊരു കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചായ ഉണ്ടാക്കാൻ എനിക്കറിയാം, അത് മതിയോന്ന് ചോദിച്ചു. അല്ല സാർ, എനിക്ക് കട്ടൻ ചായ തന്നെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ശ്രമിക്കാം. വേണ്ട സാർ, എവിടെയാ വെള്ളവും പഞ്ചസാരയൊക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി, പാനും തന്നാൽ മതി, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. അപ്പോൾ അദ്ദേഹം എനിക്ക് ഡെമോ കാണിച്ചു തരികയാണ് കട്ടൻ ചായ ഉണ്ടാക്കേണ്ടത്. അപ്പോഴാണ് ഞാൻ ചില കാര്യങ്ങൾ പഠിച്ചത്. മുമ്പ് ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ ഒരു കൊട്ടത്താപ്പിന് പാലും വെള്ളമൊക്കെ ഒഴിക്കുമായിരുന്നു. അത് അദ്ദേഹം മാറ്റിയിട്ട്, അദ്ദേഹം കുറേ കാലം ഗൾഫിൽ ജീവിച്ചിരുന്ന ആളാണ്. കുറേ കാലമല്ല, അന്നും ഗൾഫിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് എത്ര വെള്ളം വേണോ, സാറിന് വേണോ ചായ എന്ന് ചോദിച്ചപ്പോൾ ഞാനും അരക്കപ്പ് കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത്രയും വെള്ളവും എനിക്ക് വേണ്ടത്രയും വെള്ളവും കപ്പിൽ അളന്നൊഴിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ വേണം ചായ ഉണ്ടാക്കാൻ, റാൻഡം ഡീല് പാടില്ല. എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് തിളച്ചു തുടങ്ങുമ്പോൾ അതിനകത്ത് വളരെ ചെറിയ അളവ് തേയില ഇട്ടു. ചെറിയ അളവ് തേയില എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ചായക്കകത്ത് സാധാരണ 2-3 സ്പൂണൊക്കെ തേയില ഇടാറുണ്ട്, പാലിനകത്തല്ലേ ഉണ്ടാക്കുന്നത്, ഇതിനകത്ത് ഇത്ര തേയിലയാകാമെന്ന് പറഞ്ഞ് തേയില കാണിച്ചു തന്നു. അത്രയും തേയില ഇട്ടു. അത് കഴിഞ്ഞിട്ട് പഞ്ചസാരയുടെ അളവ് ഇത്രയാകാവുന്ന, അത് പഞ്ചസാര ഇത് ഒഴിച്ചതിന് ശേഷം ഇത്രയാകാമെന്ന് പറഞ്ഞിട്ട് അത് വിട്ടു. ഇനി മധുരം കുറവ് മതി, ഇത്ര ആകാമെന്ന് വെച്ചാൽ ഇതൊക്കെ ഡെമോ കാണിച്ചിട്ടാണ് ഇട്ട്. അപ്പോൾ ശരിക്കും കട്ടൻ ചായ ഉണ്ടാക്കാൻ ഞാൻ അന്നാണ് പഠിച്ചത്. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഇപ്പോൾ എൻ്റെ വൈഫ് തലവേന വല്ലതും എടുക്കുന്ന പറയുമ്പോൾ അസൽ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കിപ്പോൾ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു പഠനമാണ്, മനസ്സിലായില്ലേ? പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ചായയുടെ അത്രയും രുചി ഇതുവരെ വേറെ ആരുണ്ടാക്കുന്നതും കുടിച്ചിട്ട് തോന്നിയിട്ടില്ല. കാരണം കൃത്യമായിട്ട് എനിക്ക് വേണ്ട ചായയുടെ അളവ് അറിയാമല്ലോ. അങ്ങനെ ഒരു ചായ കുടിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കും ഉണ്ടാവട്ടെ. നോക്കാം. അപ്പോൾ സാർ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ കട്ടൻ ചായ ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും. കട്ടൻ ചായ ഈ പറയുന്നത് പോലെ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഈ പറയുന്നത് പോലെ ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കടുപ്പം കൂടാറുണ്ട്, അല്ലെങ്കിൽ മധുരമൊക്കെ കുറയാറുണ്ട്. അപ്പം അതുണ്ടാക്കാൻ ശരിക്കും ഒരു ക്ലാസ് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായില്ലേ? എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാൻ കട്ടൻ ചായ. ഇനി ഇതിൽ തന്നെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ഉണ്ട്, സുലൈമാനി എന്ന് പറയും. അതെന്താന്ന് വെച്ചാൽ ചായയൊക്കെ ഒഴിച്ച് കപ്പിനകത്താക്കിയതിന് ശേഷം നാരങ്ങ എടുത്തിട്ട്, നാരങ്ങ നീര് കൂടിപ്പോരുത്, ഒരു കപ്പ് ചായക്കകത്ത് മാക്സിമം 4-1 നാരങ്ങയുടെ നീരേയാകാവൂ. നാരങ്ങ നീര് കൂടിക്കഴിഞ്ഞാൽ സുലൈമാനി കേടായി പോകും, കൊള്ളില്ല. ഇതൊക്കെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച ടെക്നിക്കാണ്. അദ്ദേഹം ഞാൻ പറഞ്ഞൊരു പാചക വിദഗ്ധനാണ്. പാചക വിദഗ്ധനെന്ന് തന്നെയല്ല, രുചിയുടെ പുറകെ പോകുന്ന ആളാണ്. ഇടയ്ക്ക് ഒരു ദിവസം കോളേജിൽ വന്നിട്ട് പറയും, സാർ നമുക്ക് കൊല്ലത്തിന് വിടാം. ഞാൻ നമ്മുടെ കോളേജും കൊല്ലമായിട്ട് 10-60 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ കൊല്ലത്തിന് പോകാന്ന് പറയുമ്പോൾ എനിക്ക് ഉദ്ദേശം മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ കൊല്ലത്തിന് പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ ഒരു നല്ല മട്ടൺ ഷോപ്പുണ്ട്. അവിടെ തന്നെ കിട്ടുന്ന ഫ്രഷ് മട്ടൺ അവിടെ തന്നെ കുക്ക് ചെയ്യും. അപ്പോൾ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് ഞാൻ കൂടെ പോവും. രാത്രി ഒരു 9 മണിയാകുമ്പം അവിടെ എത്തി സുഭിക്ഷമായിട്ട് അവിടെ നിന്ന് ചപ്പാത്തി, നല്ല ചപ്പാത്തി കിട്ടും, ഈ മട്ടൺ കറി ഫ്രൈ ഇതെല്ലാം ഉണ്ട്, അതൊക്കെ കഴിക്കും. എന്നിട്ട് അദ്ദേഹം ആവശ്യമുണ്ടെങ്കിൽ മട്ടൺ വാങ്ങി വരികയും ചെയ്യും. വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന്, കാരണം അവിടെ നല്ല ഒറിജിനൽ ഈ മട്ടണിൽ പ്രത്യേകതയുണ്ടെന്ന് വെച്ചാൽ ഈ ചെറിയ ആടിനെ വെട്ടുന്നതും ഈ ചെമ്മരി ആടിനെ വെട്ടുന്നത് അതൊക്കെ വ്യത്യാസമുണ്ട്. ചെറിയ ആടിനെ വെട്ടുന്നത് ഈ പറഞ്ഞ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ആടിനെ വെട്ടിയെന്ന് അവർ കൃത്യമായിട്ട് പറയും. അതിൻ്റെ ഇറച്ചി നമുക്ക് വാങ്ങിക്കാം, വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. അത്ര സത്യസന്ധരായിട്ടുള്ളൊരു, ഇപ്പോഴും ആ ഷോപ്പ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയിൽ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ അത് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ തന്നെ ആ ഷോപ്പിൽ. പിന്നെ ഇദ്ദേഹം വലിയ ബിസിനസ്സുകാരനായതുകൊണ്ടും അവരെ നേരിട്ട് അറിയുന്നതുകൊണ്ടും ചെല്ലുമ്പോൾ ഒരു പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്തായാലും നല്ല വിശപ്പ് കൂടി എനിക്ക് ആക്ച്വലി ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ വന്നു. മട്ടൺ കഴിക്കാറുണ്ടോ? പക്ഷേ
ഏറ്റവും നല്ല മട്ടൺ അവിടെ കിട്ടുന്നത് കേട്ടോ. ആണല്ലേ? അത്ര രുചിയുള്ള മട്ടൺ ഞാൻ വേറെ എവിടെയും കഴിച്ചിട്ടില്ല. എന്നെ പേ ചെയ്യാൻ അദ്ദേഹം അനുവദിക്കില്ല. എനിക്കപ്പോൾ ഫ്രീ ആണ്. അദ്ദേഹത്തിന്റെ കോളേജിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം പേ ചെയ്യുള്ളൂ. അതുപോലെ ഞങ്ങള് വേറെ 2-3 ഹോട്ടലുകളിൽ പോയിരുന്നു. ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞാണ്, ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനടുത്തൊരു ഹോട്ടലുണ്ട്. ചെറിയ ഒരു കുടിസു ഹോട്ടലാണ്. അതിന്റെ മേളില് ഷീറ്റൊക്കെ ഇട്ടിരിക്കുന്ന ചെറിയ ഹോട്ടലാണ്. അദ്ദേഹം ഭക്ഷണത്തിൽ ഈ ഫിഷ് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാനും ഫിഷ് ഇഷ്ടം. കാരണം ഞങ്ങൾ രണ്ടാളും കടലിനടുത്ത് ജനിച്ചവരാണ്. അദ്ദേഹം വർക്കലയ്ക്കടുത്ത് കടൽ തീരത്ത് 1/2 കിലോമീറ്റർ മാറി, ഞാൻ കായംകുളത്ത് കടൽ തീരത്ത് നിന്ന് 1 കിലോമീറ്റർ മാറി. ഞങ്ങൾ രണ്ടുപേരും ശുദ്ധമായ കടലിൽ നല്ല മത്സ്യം ഭക്ഷിച്ച് ശീലമുള്ളവരാണ്. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ പോകുമ്പോൾ മന്ത്രിമാരും MLA മാരും ഒക്കെ കൊണ്ടുവന്ന് അറിഞ്ഞിരിക്കും. ഇവരൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഷോപ്പാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കുറേ ഫ്രൈയും കറികളും ഒക്കെ കൊണ്ടുവന്ന് നോക്കും. നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. ചെമ്മീനുണ്ടാവും, നെയ്മീനുണ്ടാവും, എല്ലാത്തിനും ഓരോ റേറ്റ് അവിടെ. അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. എത്ര എണ്ണം എടുക്കുമെന്ന് മാത്രമേ അവർ എണ്ണി നോക്കുള്ളൂ. അതിട്ടൊരു ഒരു ബില്ല് തരും. എല്ലാവരും വലിയ തട്ടത്തിൽ കൊണ്ടുവന്ന് കുറേ ചെറിയ ചെറിയ പ്ലേറ്റുകൾ ഉണ്ടാവും. ചിലപ്പോൾ അവിടെ നല്ല നല്ല ഈ ഞണ്ട് കറി ഉണ്ടാവും, പിന്നെ ചെമ്മീൻ ഫ്രൈ ഉണ്ടാവും, ലോബ്സ്റ്റർ ഫ്രൈ ഉണ്ടാവും. ഭയങ്കര ആകർഷകമായത് കാണാൻ. ഞാൻ പലപ്പോഴും അവിടെ കഴിക്കാൻ പോകുമ്പോൾ സാധാരണ ഈ കുറച്ച് ഭേദപ്പെട്ട ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണോ എന്ന് നമുക്ക് തോന്നാം പുറത്തുനിന്ന് കാണുമ്പോൾ. പക്ഷെ അകത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്നതൊക്കെ VIP ആണ്. പലപ്പോഴും അവിടെ മന്ത്രിമാരൊക്കെ ഒരുപാട് പേര് അവിടെ ഇരിക്കുന്ന കാണാറുണ്ട്. പ്രത്യേകിച്ച് ഈ നോൺ വെജ് താല്പര്യമുള്ളവർ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുമായിരുന്നു. അതുപോലെയാണ് ഈ മട്ടൺ ഷോപ്പിന്റെ കഥ ഞാൻ പറഞ്ഞത്. ആ മട്ടൺ ഷോപ്പ് ഞാൻ ഇപ്പോഴും തിരുവനന്തപുരത്ത് പോകുമ്പോൾ ആ ഷോപ്പ് എത്തുമ്പോൾ നോക്കാറുണ്ട്. റോഡ് സൈഡിൽ കാണാം. ഒരു മിസ്സിംഗ് അല്ലേ? ഒരു മിസ്സിംഗ്. ഞാൻ അവിടെ ഉള്ള കാലത്തൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുമായിരുന്നു. അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പം പലർക്കും വിശന്നിട്ടുണ്ടാവും എന്നെ പോലെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് മാത്രമല്ലാതെ സാറ് പറഞ്ഞതുപോലെ തന്നെ പലർക്കും ഉള്ളൊരു ട്രെയിനിങ് കൂടിയാണ് സാറ് തന്നത്. അപ്പം വീട്ടിലുള്ള ആളുകളെ കൂടെ മറ്റ് അതായത് ഈ അമ്മമാർ മാത്രമല്ലാതെ ഈ അച്ഛന്മാരെയും കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവരെ കൂടെ ഈ പറയുന്ന കിച്ചണിലേക്ക്, അവരുടെയും കിച്ചണാണ് എന്ന് പറഞ്ഞ് കയറ്റാനുള്ളൊരു ഊർജ്ജമാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ മഹാദേവൻ സാറ് തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സർ. നന്ദി. കീപ് ലിസ്ണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം, കേട്ട് കേട്ട് കൂട്ടുകൂടാം, കേട്ട് കേട്ട്